അറേ എന്താണെന്നോ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് അറേ ഡെഫിനിഷനും അതിന്റെ അകത്തുള്ള ഇനിഷ്യലൈസേഷനും അതുപോലെ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്ത വാല്യൂസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ ഒരു ഇന്റിജർ അറേയുടെ എക്സാമ്പിൾ ആണ്. സോ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ മെത്തേഡ് അല്ലെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഇന്റിജർ അറേ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റിജർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഡേറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. ഇന്റ് എന്നുള്ള ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എന്താണ് അറേക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് അത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നമ്പേഴ്സ് ആണ് സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ വേരിയബിൾ നെയിംസ് ഒക്കെ കൊടുക്കില്ലേ, അതുപോലെ തന്നെ അറേക്കും ഒരു നെയിം നമ്മൾ കൊടുക്കുന്നു. നമ്പേഴ്സ് എന്നുള്ളതാണ് എൻ്റെ അറേയുടെ പേര്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ഓപ്പൺ ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽസ്. അപ്പൊ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇടാം, അതുപോലെ തന്നെ ഈ ഇന്റിന്റെ ഫ്രണ്ടിലും ഇടാം. രണ്ട് പൊസിഷനിലും ഇട്ടാലും അത് കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇടാതെ അപ്പുറത്ത് ഇട്ടാലും ഇപ്പൊ ചില ബുക്സിലും ചില വീഡിയോസിലൊക്കെ നിങ്ങൾ ഇപ്പുറത്ത് കാണും, അതിന് തെറ്റൊന്നുമില്ല. രണ്ട് പൊസിഷനിലും ഓക്കെ ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ എന്നുള്ള കീവേഡ് ആണ്. അതിനുശേഷം ഇൻറ്റ ഡേറ്റ ടൈപ്പ് ഒന്നുകൂടി എടുത്ത് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് എത്ര സൈസിലുള്ള അറയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര കപ്പാസിറ്റി അറയ്ക്ക് വേണം എന്നുള്ള ഒരു നമ്പർ നിങ്ങൾ കൊടുക്കുക. ഞാനൊരു 5 വാല്യൂസ് ആണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ 5 കൊടുക്കുന്നു. അപ്പൊ മറ്റേ നേരത്തെ സ്ക്വയർ ബ്രാക്കറ്റ് എം ടി ആണ് കേട്ടോ, ഇവിടെ ഒന്നും കൊടുക്കരുത്. ഇത് ഇവിടെ ആണെങ്കിലും ഒന്നും കൊടുക്കരുത്, അത് എം ടി ആണ്. അപ്പോൾ ഇതിനകത്താണ് എന്ത് കൊടുക്കേണ്ടത്? 5 കൊടുക്കണം. ഓക്കെ, ഇനി ഈ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പൊസിഷൻ തൊട്ടിട്ടാണ്. ഓക്കെ, അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 തൊട്ടാണ്. അപ്പോൾ നമ്പേഴ്സ് ഓഫ് 0 എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് ആണത്. അപ്പൊ ആ 0th പൊസിഷനിൽ ഏത് വാല്യൂ വേണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്, 10. ഓക്കെ, അപ്പൊ ഇന്റിജർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതിന്? 10 ഡബിൾ കോട്ട്സ് ഇടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പൊസിഷനിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോ ഞാൻ 20 എന്ന് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും അടുത്ത പൊസിഷൻ കൊടുക്കുന്നു 30. ഓക്കെ, പിന്നെ തേർഡ് ആ പൊസിഷനിലേക്ക് ഞാൻ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, നമ്പേഴ്സ് സെമിക്കോളൻ. നെക്സ്റ്റ് ഒരെണ്ണം കൂടി, നമ്പേഴ്സ് ഓഫ് 4 എന്താ കൊടുക്കണ്ടേ? 50. അപ്പൊ ഇവിടെ 5 വാല്യൂസ് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. 4 വരെ ഇൻഡെക്സ് വരുള്ളൂ. കാരണം എന്താണ്? 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 5 എണ്ണം ഇല്ലെന്ന് നോക്കിയേ, 5 എണ്ണം ഉണ്ട്. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് 4 വെച്ചിട്ട് നമ്മൾ നിർത്തിയത്. അതിലും കൂടുതൽ കൊടുത്താൽ നമുക്ക് അറേ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ അടിക്കും. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ നമ്മൾ ആദ്യം അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സൈസ് 5 ആയിട്ടുള്ള ഒരു അറേയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്. അതിലേക്ക് നമ്മൾ വാല്യൂസിനൊക്കെ ഇനിഷ്യലൈസ് ചെയ്തു. ഓരോ പൊസിഷനിലുള്ള വാല്യൂസിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി എനിക്ക് ഇതിലേക്ക് ഇതിൽ നിന്ന് വാല്യൂവിനെ ആക്സസ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആക്സസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അതൊന്ന് പെയിന്റിൽ വരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട. അറേ എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, സിംഗിൾ ഡയമെൻഷൻ ആയതുകൊണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു അറേ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ്. ഇനി അതിനെ ഞാനൊരു ഇത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. സോ ഞാനിവിടെ 5 ബോക്സസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച നമ്പേഴ്സ് എന്നുള്ളൊരു അറേ. ഇനി ഇതിൽ ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇങ്ങനെ ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഓരോ ഇൻഡെക്സിലും നമ്മൾ ഓരോ വാല്യൂസ് സേവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇൻഡെക്സിലുള്ളത് 10 ആണ്, അടുത്തതിലുള്ളത് 20 ആണ്, ഇത് 30, 40, 50. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ അറേ ചെയ്യുമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രക്ചർ ഒക്കെ വരച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു അറേയുടെ ഒരു നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു പിക്ചർ ഇതാണ് കേട്ടോ, അറേ എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി ഞാൻ പറയാണ് ഈ നമ്പേഴ്സ് എന്നുള്ള, അപ്പൊ ഇതിന്റെ പേര് നമ്പേഴ്സ് എന്നാണ്, അത് ഓർത്തേക്കണം. നമ്മുടെ ഈ അറേ ഈ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് നമ്പേഴ്സ്. പെയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നത്. ഞാനിത് വെച്ച് എഴുതാം, നമ്പേഴ്സ്. ഓക്കെ, അപ്പോ 14 കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള, അതായത് ഈ 2 എന്നുള്ള പൊസിഷനിലുള്ള ഒരു വാല്യൂവിനെ ആ ഇൻഡെക്സിലുള്ള വാല്യൂ എടുക്കണം എന്നാണെങ്കിൽ 30 ആണത്. ഇനി ഈ 4th എന്നുള്ള ഇൻഡെക്സിൽ വരുന്ന വാല്യൂ ആണെങ്കിൽ 50 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം.
സിസ് ഔട്ട് കൊടുക്കാം. സിസ് ഔട്ട് കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഇൻഡെക്സ് വേണം, നമ്പർ ഓഫ് 0യോ നമ്പർ ഓഫ് 1ഓ 2ഓ ഏത് ഇൻഡെക്സ് വേണം എന്നുള്ളത് കൊടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെടുക്കാം. നമ്പർ അറ്റ് ഇൻഡെക്സ് 1. ഓക്കെ എന്നാണ് എനിക്ക് ഫസ്റ്റ് ആ 1 എന്നുള്ള പൊസിഷനിലാണ് വേണ്ടെങ്കിൽ ഞാനത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് കോട്സിൽ കൊടുക്കണം. ദെൻ അടുത്തത് ഞാൻ എന്ത് ചെയ്യണം, പ്ലസ് ഇട്ടിട്ട് വേണം ആഡ് ചെയ്യാൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ 1 എന്ന് കൊടുക്കും. കണ്ടോ ഫസ്റ്റ് പോയി, അതായത് 1 എന്നുള്ള ഇൻഡെക്സിലുള്ള വാല്യൂവിനെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ 20 ആണ് 1 എന്നുള്ള ഇൻഡെക്സിലുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഇൻഡെക്സിലുള്ള വാല്യൂസിനെ വേണമെങ്കിലും എടുക്കാം. ഇനി 4th പൊസിഷനുള്ള വാല്യൂ എടുക്കണോ, ഇവിടെ ഇൻഡെക്സ് 4 എന്നാക്കി ഞാൻ. അത് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് 4 ആക്കി. എഗെയിൻ ഇനി ഒരു സെക്കൻഡ് ഇൻഡെക്സിലുള്ളത് എടുക്കണമെങ്കിൽ ഇവിടെ ഞാൻ 2 ആക്കി, ഇൻഡെക്സ് 2. അതുപോലെ തന്നെ ഇവിടെയും ചേഞ്ച് ചെയ്യണം. ഇവിടെ ചേഞ്ച് ചെയ്താലേ കാര്യമുള്ളൂ നമ്പേഴ്സ് ഓഫ് 2ൽ കിടക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ കണ്ടോ, അപ്പോൾ 1 എന്നുള്ള ഇൻഡെക്സ് കിടക്കുന്നത് 20 ആണ്, 4 എന്നുള്ള ഇൻഡെക്സിൽ 50 ആണ്, 2 എന്നുള്ള ഇൻഡെക്സ് കിടക്കുന്നത് 30 ആണ്. റിട്രീവ് ചെയ്തു നമ്മൾ. അപ്പോൾ അറേയുടെ ഡെഫിനീഷൻ ആണ് ഈ മേളിൽ നിങ്ങൾ കാണുന്നത്. അറേ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ഓരോ ഇൻഡെക്സിലും വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ആക്സസ് ചെയ്തു.